സുഹൃത്തുക്കളെ, നിലമ്പൂരിലെ ചന്തക്കുന്നിന് സമീപമായി കുന്നിന് മുകളിൽ മനോഹരമായൊരു ബംഗ്ലാവുണ്ട്. ഈ കുന്നിനെ ജനങ്ങൾ ബംഗ്ലാവ് എന്നു വിളിക്കുന്നു. ടിപ്പുവിൻ്റെ പടയോട്ടക്കാലത്ത് ബ്രിട്ടീഷുകാർ നിരീക്ഷണത്തിനായി ഈ കുന്ന് ഉപയോഗിച്ചിരുന്നു. നാടുകാണിച്ചുരം വഴിയുള്ള ടിപ്പുവിൻ്റെ നീക്കം ഇവിടെ നിന്നും വ്യക്തമായി കാണാമായിരുന്നു. 1846, 1850 കാലഘട്ടത്തിലാണ് ബംഗ്ലാവ് നിർമ്മിക്കുന്നത്. ബ്രിട്ടീഷ് മാതൃകയിൽ നിർമ്മിച്ച ഈ ബംഗ്ലാവ് ഡിസ്ട്രിക്ട് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ താമസത്തിനാണ് നിർമ്മിച്ചത്. ഊട്ടിയിൽ നിന്നും നിലമ്പൂരിലെത്തുന്ന ഉന്നത ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ താമസിച്ചിരുന്നതും ഇവിടെയാണ്. വൻ മരങ്ങൾക്കിടയിലൂടെ ഇവിടേക്കുള്ള നടപ്പാത വളരെ മനോഹരമാണ്. ഇവിടുത്തെ ബംഗ്ലാവിൽ നിന്നും 2 നേരം തപാലുകൾ കൊണ്ടുപോയി തിരിച്ചു വരുന്നതിനായി നിർമ്മിച്ചതാണ് ഹൈസ്കൂൾ വഴി ബംഗ്ലാവിലേക്ക് എത്തുന്ന റോഡ്. ഇതുവരെ നിങ്ങൾ കേട്ടത് ബംഗ്ലാവ് കുന്നിൻ്റെ മുകളിൽ ഒരു നോട്ടീസിൽ അച്ചടിച്ചു വച്ചിരിക്കുന്ന വിവരങ്ങളാണ്. ഇവിടെ വരുന്ന സന്ദർശകരോട് പറയാനുള്ളത്, പൈസ ക്യാഷ് എണ്ണിപ്പെറുക്കി കൊണ്ടുവരണം. 40 റുപ്യാണ് ഒരു ടിക്കറ്റിന്. കാറിനാണെങ്കിൽ 25 റുപ്യ പാർക്കിങ്, 10 റുപ്യ ബൈക്കിന്. ഗൂഗിൾ പേയോ മറ്റ് പേയ്മെൻറ്റ് ഓപ്ഷനോ ഇവിടെ ഇല്ല. അതാണ് ഇങ്ങനെ പറയാൻ കാരണം. സായിപ്പിൻ്റെ വീടിൻ്റെ അകമൊന്നും കാണാൻ പറ്റില്ല. പുറത്തുനിന്ന് കാണാൻ, ഫോട്ടോ എടുക്കാൻ പോവാം. കുറേ കാലമായിട്ട് അടച്ചുപൂട്ടിരിക്കുകയാണ്. ഒരിക്കലും തീരാത്ത റെനോവേഷനാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. വെള്ളക്കുപ്പിയും മറ്റ് പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളും ഈ കാടിൻ്റെ പരിസരത്തൊക്കെ ഇട്ട് നശിവിഷിയാക്കാതെ വേസ്റ്റ് ബാസ്ക്കറ്റിൽ ഇടാൻ ശ്രമിക്കും. കുടിവെള്ള സൗകര്യമുണ്ട്, ധാരാളം ഇരിപ്പിടങ്ങളുമുണ്ട്. കാട്ടിലും മറ്റുമൊക്കെ പോയിരിക്കുന്നവരൊന്ന് ശ്രദ്ധിക്കുക. അണലിയുണ്ട്, രക്താണലിയാണ്, സൂക്ഷിക്കണം. അപ്പോൾ താങ്ക് യു ഗൈസ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.